സത്യത്തിൽ വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ. ഒരു പേരേ ഉള്ളായിരുന്നു, പക്ഷെ ആ പേരമരത്തിൽ നിറയെ പേരയ്ക്ക നല്ല പഴുത്ത് പാകമായ രീതി നിൽക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പേരയ്ക്ക വിച്ചുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടണമെന്നും വിളവെടുപ്പ് വീഡിയോ ഒക്കെ ഇടണമെന്നും കരുതിയിരുന്നായിരുന്നു. പക്ഷേ രാവിലെ എടുക്കാമെന്നും പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങിയതാണ്. രാവിലെ എഴുന്നേറ്റൊന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, പേരയ്ക്ക ഒന്നുമില്ലെന്ന് മാത്രമല്ല, കുറച്ച് അവശേഷിക്കുന്നതാണെങ്കിൽ തിന്നിട്ട് ബാക്കി വെച്ചതുപോലെ. ഈ ചതി ചെയ്തത് അണ്ണാനാണോ വവ്വാലാണോ ആരായാലും വല്ലാത്ത കഷ്ടമായിപ്പോയി. എന്ത് ചതിയായി നോക്ക്. കടിച്ച് തിന്നിട്ട് ബാക്കി വെച്ചേക്കുന്ന കുറച്ച് മാത്രം അവിടെ ഇവിടെ ആയിട്ട് നിൽപ്പുണ്ട്, കടിച്ച് തിന്നതിൻ്റെ ബാക്കി. എന്നാലും എൻ്റെ അണ്ണന്മാരെ ഇങ്ങനെ ചെയ്യണമായിരുന്നോ? കൊതിപ്പിച്ച് കളഞ്ഞു ഞങ്ങളെ. രാത്രിയിൽ പിച്ചി വെച്ചാൽ മതിയായിരുന്നു, രാവിലെ ആവട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ഈ ചതി ഞങ്ങളോട് ചെയ്തത്. പോട്ടെ, അവർക്കും തിന്നണ്ടേ. കടിച്ച് പറിച്ച് അതിൻ്റെ കുറച്ച് മാത്രം വെച്ചിട്ട് പോയേക്കുന്നുണ്ടോ? എന്തിനാ? നമ്മളെ കൊതിപ്പിക്കാനാന്ന് തോന്നുന്നു. ഇതേ കണ്ട, നിങ്ങളുടെ പേരയ്ക്കെല്ലാം ഞങ്ങൾ തിന്നുകൊണ്ട് പോയി, അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. തിന്നതിൻ്റെ ബാക്കി തിന്നാൻ പറ്റുമോ? വേണ്ടാത്ത രോഗങ്ങളൊക്കെ വരത്തില്ലയോ? അല്ലെങ്കിലും തിന്നാൻ പറ്റുമോ? ഇത് ആര് കടിച്ചാന്ന് പറഞ്ഞാൽ നമ്മളിത് ബാക്കി തിന്നാൻ പറ്റുന്നത്? എന്നാലും എനിക്ക് കൊതി വന്നതായിരുന്നു. എന്തൊരു ടേസ്റ്റ് പേരയ്ക്കാന്നറിയാമോ ഇതിനകത്ത് പിടിക്കുന്നത്. എന്നാൽ ഈ ദുഷ്ടന്മാർ ഒരെണ്ണമെങ്കിലും ബാക്കി വെച്ചില്ലല്ലോ. എന്തൊരു കഷ്ടമായിപ്പോയി. കാണട്ടിനി, ഇനി പഴുക്കുന്നതിന് മുമ്പ് പിച്ചും. അല്ലല്ല, അതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് കൊതിക്ക് വേണ്ടി വെച്ചിരിക്കുവാന്ന് തോന്നുന്നു. തോന്നി ഒരെണ്ണം വെച്ചിട്ട് പോയതാ കേട്ടോ. എന്തായാലും അത് പിച്ചാം. ഇനി ഇച്ചിരി നേരത്തേക്ക് വെച്ചേക്കണ്ട. ഇനി വന്ന് അവന്മാർ പിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് അതെങ്കിലും എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷെ എന്നാലും ഈ ചതി ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു. രാവിലെ വന്ന് പിച്ചാന്നും പറഞ്ഞ് ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയതാ. വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് എല്ലാം പോയി. അപ്പോൾ ശരി, ഓക്കെ, ബൈ.